ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമുക്കിന്ന് കേരളത്തിലെ മണ്ണിനങ്ങളെ പറ്റി പഠിക്കാം കേട്ടോ. അപ്പം കേരളത്തിലെ മണ്ണിനങ്ങൾ, അതായത് കേരളത്തിലെ മണ്ണിനെ ഇനങ്ങളാക്കി തിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഭൂമിശാസ്ത്രപരവും അതല്ലെങ്കിൽ അതിൻ്റെ ഭൗതിക രാസഘടകങ്ങളെ ടെയും അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെയാണ് ഭൂമിശാസ്ത്രപരവും ഭൗതിക രാസഘടകങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. അത് കൂടാണ്ട് അതിൻ്റെ അമ്ല സ്വഭാവവും, ഇത് രണ്ടും ബേസ് ചെയ്താണ് കേരളത്തിലെ മണ്ണിനെ നമ്മൾ ഇനങ്ങളാക്കി തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാർബൺ സംവഹന ശേഷി കുറവാണ്, കാർബൺ റീറ്റെയിനിങ് കപ്പാസിറ്റി കുറവാണ്, ജലത്തെ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്, അതുപോലെ ഫോസ്ഫേറ്റ് മറ്റ് ധാതുക്കളൊക്കെ മണ്ണിൽ ഉറപ്പിക്കാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. ഓക്കെ. പിന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഈ മണ്ണിൻ്റെ രൂപീകരണത്തിനെ, ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ക്ലൈമറ്റ്, ഭൂപ്രകൃതി, സസ്യജാലങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ജലലഭ്യത. ഓക്കെ. ഇനി ഈ കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകം എന്ന് പറയുന്നത് ഇരുമ്പാണ്. അപ്പം കേരളത്തിൻ്റെ മണ്ണിനെ നമുക്ക് എന്തൊക്കെയായിട്ട് തരംതിരിക്കാം? ലാറ്ററൈറ്റ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേര് ചെങ്കൽ മണ്ണെന്നാണ്. ചെമ്മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, നദീതട എക്കൽ മണ്ണ്, ഓണാട്ടുകര എക്കൽ മണ്ണ്, കുട്ടനാട് എക്കൽ മണ്ണ്, സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്, കരിമണ്ണ് അല്ലെങ്കിൽ റിഗർ എന്ന് പറയും. കരിമണ്ണിന് പറയുന്ന മറ്റൊരു പേരാണ് റിഗർ. ലാറ്ററൈറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ചെങ്കൽ മണ്ണ്. പിന്നെ ഉള്ളത് വനമണ്ണ്. ഓക്കെ. അങ്ങനെ ആണ് മണ്ണിനങ്ങളെ തരംതിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ലാറ്ററൈറ്റ് എന്ന് പറയുന്ന മണ്ണാണ്. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണും, ഒരു 65% കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ pH എന്ന് പറയുന്നത് 4.5 to 6.2 ആണ്. പിന്നെ ഇതിന് പറയുന്ന മറ്റൊരു പേര് നമ്മൾ പഠിച്ചു, ചെങ്കൽ മണ്ണെന്നാണ്. ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ജലം അധികം റീറ്റെയിൻ ചെയ്യില്ല. പിന്നെ ലാറ്ററൈസേഷൻ എന്ന് പറയും, ഇതിൻ്റെ ഫോർമേഷൻ നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൈസേഷൻ. ഈ ലാറ്ററൈസേഷന് കാരണമാകുന്ന ശക്തമായ മഴയും ഉയർന്ന താപനിലയും കൊണ്ടാണ് ലാറ്ററൈറ്റ് മണ്ണ് ഫോം ചെയ്യുന്നത്. ഇതിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് നൈട്രജനും ഫോസ്ഫേറ്റും പൊട്ടാസ്യവും ആണ്. അതുപോലെ വളരുന്ന വിളകൾ എന്തൊക്കെയാണ്? റബ്ബർ, കശുമാവ്, കുരുമുളക്, കാപ്പി. ഓക്കെ. ഇനി അടുത്ത മണ്ണ് ഏതാണ്? ചെമ്മണ്ണ്. ഇത് കൂടുതലും ഹില്ലി ഏരിയാസ്, കുന്നിൻ ചെരുവുകളിലൊക്കെയാണ് കാണുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ അതിൻ്റെ തെക്ക് ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ മണ്ണ് കൂടുതലും കാണുക. ഇതിനൊരു ചുവപ്പ് നിറമാണ്. ഈ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന അയൺ ഓക്സൈഡ് കാരണമാണ് ഇതിന് ചുവപ്പ് നിറം കിട്ടിയത്. ഓക്കെ. ഇനി ഇതിന് ഫലപുഷ്ടി വളരെ കുറവാണ്. കാരണം ഈ ജൈവ വസ്തുക്കളുടെയും സസ്യജന്യ പോഷകങ്ങളുടെയൊക്കെ കുറവ് മൂലമാണ് ഇതിൽ നമ്മൾ എന്തെങ്കിലും നട്ടാൽ അത്ര എഫക്റ്റീവായിട്ട് വളർന്നു വരില്ല. ഫലപുഷ്ടി കുറവുള്ള മണ്ണാണ്. പിന്നെ അതിൽ വളരുന്ന എന്തൊക്കെയാണ്? നാളികേരവും മരച്ചീനിയും അടക്കയൊക്കെയാണ്. ഓക്കെ. ഇനി അടുത്തത് തീരദേശ എക്കൽ മണ്ണാണ്. ഇതിന് അമ്ലത്വം കൂടുതലുണ്ട്. pH 6.5 താഴെയാണ്. ഓക്കെ. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ സമുദ്രതീരത്തും അതിനോട് ചേർന്ന സമതല പ്രദേശത്തുമാണിത് കണ്ടുവരുന്നത്. പിന്നെ ഇതിന് ഫലപുഷ്ടി കുറവാണ്, ജലത്തെ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറവാണ്. അടുത്തത് നദീതട എക്കൽ മണ്ണാണ്. ഇതിന് അമ്ലഗുണം കൂടുതലാണ്, അതുപോലെ തന്നെ ഫലഭൂഷ്ഠത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജലത്തെ നിലനിർത്തും. പിന്നെന്താണ്? കൊല്ലം ജില്ലയിലാണ് ഇത് കൂടുതലും കാണപ്പെടുക. അപ്പോൾ ഇത് വളരുന്നത് എന്തൊക്കെയാണ് അവിടെ? നെല്ല്, മരച്ചീനി, അടയ്ക്ക. ഓക്കെ. ഇനി അടുത്തത് ഓണാട്ടുകര മണ്ണാണ്. ഇവിടെ ഇതുണ്ടാകാനുള്ള കാരണം ഈ കടൽ വസ്തുക്കളൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് ഈ മണ്ണുണ്ടാവുന്നത്. അപ്പോൾ ഇതിന് പോഷകം കുറവായിട്ടുള്ള മണ്ണാണ് കേട്ടോ. പോഷക ഗുണം കുറവാണ്. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കരയിലൊക്കെയാണ് ഇത് കൂടുതലും കാണപ്പെടുക. വളരുന്നതോ നാളികേരം, നെല്ലും മരച്ചീനി പോലുള്ള വിളകളാണ് ഇവിടെ വളരുന്നത്. അടുത്തത് സലൈൻ ഹൈഡ്രോമോർഫിക് ആണ്. ഇതിന് ഉദാഹരണം പൊക്കാളി മണ്ണ് കാണപ്പെടുന്ന എറണാകുളത്താണ്. പിന്നെ കൈപ്പാട് മണ്ണുണ്ട്, ഇത് കണ്ണൂരാണ് കിടപ്പ്. പൊക്കാളി മണ്ണ് എറണാകുളവും കൈപ്പാട് മണ്ണ് കണ്ണൂരും ഉദാഹരണങ്ങളാണ്. വളരുന്ന വിളകളോ നെല്ലാണ് കൂടുതലും വളരുക. ഓക്കെ. ഇത് ഓഗസ്റ്റ് ഡിസംബർ മാസത്തിലാണ് ഇത് കൂടുതലും ഇതിൻ്റെ വിളവ് നടത്തുന്നത്. ഓക്കെ. ആലപ്പുഴയും തൃശ്ശൂരും കണ്ണൂരുമാണ് കാണപ്പെടുന്നത്. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ് കാണപ്പെടുന്ന ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ. പിന്നെ അടുത്തത് കരിമണ്ണാണ്. ഇതിന് പറയുന്ന മറ്റു പേര് റിഗർ മണ്ണെന്ന് പറയും, കറുത്ത മണ്ണെന്ന് പറയും, കറുത്ത പരുത്തി മണ്ണെന്നും പറയും. പരുത്തി നിലക്കടലയൊക്കെയാണ് ഇവിടെ കൂടുതലും വളരുന്നത്. pH എന്ന് പറയുന്നത് എത്രയാണ്? 7 മുതൽ 8.5 വരെയാണ്. ഓക്കെ. പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഇതിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കൂടുതലും ഇത് കാണപ്പെടുക. ഓക്കെ. പിന്നെ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കേരള കാർഷിക സർവകലാശാലയിലെ ഒരു ശാസ്ത്രജ്ഞൻ തയ്യാറാക്കിയ പദ്ധതിയാണ് ഗലസ. ഗലസ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് അപ്രോച്ച് ഫോർ ലോക്കലി അഡാപ്റ്റഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ.
ഗ്രൂപ്പ് അപ്രോച്ച് ഫോർ ലോക്കലി അഡാപ്റ്റഡ് സബ്സ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഗലസ എന്ന് പറയും, ഒരു ശാസ്ത്രജ്ഞൻ, കേരള സർവകലാശാലയിലെ ശാസ്ത്രജ്ഞൻ നമ്മുടെ കർഷകരുടെ നെൽകൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഗലസ. ഓക്കെ, അടുത്തത് വനമണ്ണാണ്. ഇവിടെ ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള മണ്ണാണ്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലയിലാണ് ഇത് കൂടുതലും കാണപ്പെടുക. റബ്ബറും തേയിലയും കുരുമുളകും കാപ്പിയും ഏലവും ഒക്കെയാണ് ഇവിടെ കൂടുതലും വളരുന്നത്. ഓക്കെ, 5.5 to 6.3 ആണ് pH. വളരുന്നത് എന്തൊക്കെയാണ്? റബ്ബർ, തേയില, കുരുമുളക്, കാപ്പി, ഏലം. അടുത്തത് കുട്ടനാട്. കുട്ടനാട് എന്ന് അറിയാലോ, സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കാണപ്പെടുന്നതാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായിട്ട് കാണപ്പെടുന്നു. ഇത് ഇതിൻ്റെ ആകെ വരുന്നത് ലോകത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുടെ ആകെ വിസ്തൃതിയിൽ നിന്നും കുട്ടനാടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ്? 875 ചതുരശ്ര കിലോമീറ്ററാണ്. ഓക്കെ, പിന്നെ ഉള്ളത് കായൽ മണ്ണാണ്. ഇതും ഒരു തവിട്ട് നിറത്തിലുള്ള ഇരുണ്ട മണ്ണാണ്. ഇതിൽ കോട്ടയവും ആലപ്പുഴയാണ് കൂടുതലും കാണപ്പെടുക. അടുത്തത് കരിമണ്ണാണ്. അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലാണ് കാണപ്പെടുന്നത്. ഇതും സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്റർ മുതൽ ഒരു 2 മീറ്റർ വരെ താഴെയായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് ഈ കരിമണ്ണ്. എത്രയാണ്? 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് എന്ത്? കരിമണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മണ്ണിനങ്ങൾ. ഓക്കെ, ഞാൻ നോട്ട്സ് ഇതിൽ അറ്റാച്ച് ചെയ്താണ് പോയേക്കുന്നത്. നിങ്ങൾക്കത് നോക്കി നോട്ട്സ് എഴുതിയെടുക്കാം കേട്ടോ. കേരളത്തിലെ മണ്ണിനങ്ങൾ എന്തൊക്കെയാണ്? ലാറ്ററൈറ്റ്, ചെമ്മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, നദീതട എക്കൽ മണ്ണ്, ഓണാട്ടുകര എക്കൽ മണ്ണ്, കുട്ടനാട് എക്കൽ മണ്ണ്, സലൈൻ ഹൈഡ്രോമോർഫിക്, കരിമണ്ണ്, പിന്നെ ഏതാണ്? റിഗർ, പിന്നെ വനമണ്ണ്. ഓക്കെ, കരിമണ്ണിന് പറയുന്ന മറ്റൊരു പേരാണ് റിഗർ എന്ന്. ലാറ്ററൈറ്റ് ആണ് കൂടുതലും, കേരളത്തിൽ കൂടുതലും കാണപ്പെടുന്ന ലാറ്ററൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ചെമ്മണ്ണിന് ആ ഒരു നിറം കിട്ടാനുള്ള കാരണം അയൺ ഓക്സൈഡ് ആണ്. പിന്നെ ഓരോരുത്തർക്കും വിളയുന്ന വിളവുകളെ പറ്റിയൊക്കെ ഞാൻ നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത്. നിങ്ങളത് നോക്കി നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ അതും കമൻസ് ആയിട്ട് ഇടുക. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗലസ എന്ന് പറയുന്നതാണ്. അതായത് പാലക്കാട് ജില്ലയിൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കേരള കാർഷിക സർവകലാശാല ഒരു ശാസ്ത്രജ്ഞൻ തയ്യാറാക്കിയ പദ്ധതിയാണ് ഗലസ. എന്താണ്? ഗ്രൂപ്പ് അപ്രോച്ച് ഫോർ ലോക്കലി അഡാപ്റ്റഡ് സബ്സ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുട്ടനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കാണപ്പെടുന്നതാണ്. അവിടെ കൂടുതലും എന്താണ് കോട്ടയം, ആലപ്പുഴ ജില്ലയിലാണ് കായൽ മണ്ണ് കൂടുതൽ കാണപ്പെടുക അല്ലേ. കുട്ടനാട് മണ്ണ് കാണപ്പെടുക. കായൽ മണ്ണ് കാണപ്പെടുന്ന കോട്ടയം, ആലപ്പുഴ ജില്ലയിലാണ്. പിന്നെ കരപ്പാട് മണ്ണെന്ന് പറഞ്ഞൊരു മണ്ണുണ്ട്. അതായത് നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായി രൂപം കൊണ്ട മണ്ണാണ്. കുട്ടനാടിൻ്റെ ഉയർന്ന പ്രദേശത്താണ് ഇത് കാണപ്പെടുന്നത്. അമ്ലത്വം കൂടുതലുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു കേട്ടോ. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.